അടുത്ത കാലത്ത് ബോണബോസ്, ചിമ്പൻസി തുടങ്ങിയ ഏപ്പ് വിഭാഗത്തിൽപ്പെട്ട ചില സ്പീഷീസുകളിൽ നടത്തിയ പഠനങ്ങൾ അവരവരുടെ സുഹൃത്തുക്കളുടെ ഓർമ്മകൾ വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് കാട്ടിത്തരുന്നു. പല ചിമ്പൻസികളും അതുപോലുള്ള ബോണബോസ് അവരുടെ ചെറുപ്പകാല സുഹൃത്തുക്കളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും തിരിച്ചറിയാൻ സാധിക്കുന്നു. 20, 25, 26 വർഷം വരെ പഴകിയ ഓർമ്മകൾ പോലും അവർക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നു. അവരുടെ സുഹൃത്തുക്കളെ തിരിച്ചറിയുന്നു എന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഒരു ചിമ്പൻസി അല്ലെങ്കിൽ ബോണബോയെ സംബന്ധിച്ചിടത്തോളം 25 വർഷം 26 വർഷത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു ജീവിതകാല ഓർമ്മകളാണ്. ഈ സ്പീഷീസുകളുടെ ഒരു ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 40 മുതൽ 50 വർഷം വരെയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ദൈർഘ്യത്തിൽ ഓർമ്മകൾ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഓർമ്മകൾ അടിസ്ഥാനപരമായിട്ട് ഉള്ള ഒരു ജൈവിക പ്രക്രിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ഈ ചാനലിൽ ഓർമ്മകളെക്കുറിച്ച് ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഓർമ്മകൾ ഇത്ര അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജൈവിക ഘടകമാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഏകീകൃത തിയറി, ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്ന് പരാമർശിച്ചത്. മെമ്മറീസ് ബ്രെയിനിൻ്റെ ന്യൂറോൺസിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണോ, DNA-യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണോ, അതോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൈറ്റോപ്ലാസത്തിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണോ, ന്യൂറോണിൻ്റെ സെൽ കോശത്തിൻ്റെ പാളിയിൽ, അതിൻ്റെ സെൽ വാളിൽ, സെൽ മെമ്പറൈനിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണോ, അതോ ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൈനാപ്റ്റിക് കണക്ഷൻസിൽ, സൈനാപ്സുകളിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണോ എന്നുള്ളതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. ഓരോ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പുതിയ പഠനങ്ങൾ പുതിയ രീതിയിൽ മെമ്മറിയെക്കുറിച്ച് വിവരിക്കാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. മെമ്മറീസ് പ്രോട്ടീൻസിലാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രബലമായിട്ടുള്ള പഠനം. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറിലാണ്, അതായത് ചില മോളിക്യൂൾസിൻ്റെ ഘടനയിലാണ് മെമ്മറീസ് നിലനിർത്തുന്നത് എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ കാരണം മെമ്മറീസ് അല്ലെങ്കിൽ ഓർമ്മകൾ മനുഷ്യ ജീവിതത്തെ ആയാലും അത് അനിമൽ മറ്റ് ജന്തുക്കളുടെ ജീവിതമായാലും സസ്യങ്ങളുടെ ജീവിതമായാലും ഇതിലെല്ലാം വളരെ അത്യന്താപകമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കോറിൽ നിൽക്കുന്ന, അതിൻ്റെ കേന്ദ്രത്തിൽ, ജീവന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പും പല പഠനങ്ങളും പല ജീവികളിലും എങ്ങനെ ഓർമ്മകൾ നിലനിർത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റാറ്റ് മോഡൽസിൽ, എലികളിൽ അവർ ഭക്ഷണം കണ്ടെത്താനുള്ള ഓർമ്മകൾ നിലനിർത്തുന്നുണ്ട് എന്ന് പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ചില ആമകൾ വർഷങ്ങളോളം ഓർമ്മകൾ നിലനിർത്തുന്നതായിട്ട് നമുക്കറിയാം. ഈ ജീവജാലങ്ങളിലെല്ലാം വളരെ വിശേഷപ്പെട്ട സ്ഥാനം അർഹിക്കുന്നത് ഡോൾഫിനുകളിലാണ്. ഡോൾഫിനുകൾ 20 വർഷം, അതായത് 2 പതിറ്റാണ്ടിൽ കൂടുതൽ ശബ്ദങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, വൊക്കലൈസേഷൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പഠനങ്ങളോടൊപ്പം തന്നെ ഓർമ്മകൾ ബ്രെയിനിൻ്റെ ഏത് സംവിധാനത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലും വളരെ വിചിത്രമായിട്ടുള്ള 6 സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മസ്തിഷ്കം ആയിട്ട് ബന്ധപ്പെടാതെ ഓർമ്മകൾക്ക് നിലനിൽക്കാൻ സാധിക്കും എന്ന രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന 6 സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു പോകാം. പ്ലനേറിയ എന്നുള്ളൊരു വേം ഉണ്ട്. ഏതാണ്ട് 2 സെന്റിമീറ്റർ നീളമുള്ള ഒരു പുഴു. ഈ പ്ലനേറിയയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിയെ, അതിൻ്റെ ശരീരത്തെ തുണ്ടമായിട്ട് മുറിച്ചാൽ ആ ഓരോ തുണ്ടത്തിൽ നിന്ന് പൂർണ്ണ രൂപത്തിൽ ഒരു പ്ലനേറിയ രൂപം കൊള്ളാൻ സാധിക്കും. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു പ്ലനേറിയ വാമിനെ 250 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് ഓരോ കഷ്ണത്തിൽ നിന്നും പൂർണ്ണ രൂപത്തിൽ ഉള്ള ഒരു പ്ലനേറിയായിട്ട് വളർന്നു വരാൻ സാധിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലനേറിയയുടെ തല വെട്ടിമാറ്റുകയാണെങ്കിൽ, അതിൻ്റെ ബ്രെയിൻ ഉൾപ്പെടെയുള്ള തല വെട്ടിമാറ്റുകയാണെങ്കിൽ അതിന് തല
റീജനറേറ്റ് ചെയ്യാനുള്ള, ബ്രെയിൻ ഉൾപ്പെടെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്ലനേറിയയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രെയിൻ ആണെങ്കിലും അത് മനുഷ്യ ബ്രെയിൻ പോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. 2 ഹെമിസ്ഫിയർ ആയിട്ട് നിൽക്കുന്ന ഏതാണ്ട് ബേസിക് ഘടകങ്ങൾ, മനുഷ്യ മസ്തിഷ്കത്തിൽ കാണുന്ന ബേസിക് ഘടകങ്ങളെല്ലാം തന്നെ ഈ പ്ലനേറിയയുടെ ബ്രെയിനിലും നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്ലനേറിയയ്ക്ക് ഒരു ഓർമ്മ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്, അതിൻ്റെ ഭക്ഷണം എവിടെ ഇരിക്കുകയാണ് എന്നുള്ള ഒരു ഓർമ്മ സൃഷ്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തല വെട്ടിമാറ്റി പുതിയ ഒരു തലയും ബ്രെയിനും അത് പുനർജീവിപ്പിക്കുകയാണെങ്കിൽ ആ പ്ലനേറിയയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നില്ല. അതിന് ബ്രെയിൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഓർമ്മ നിലനിർത്താൻ സാധിക്കും എന്നൊരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനം റിപ്പീറ്റ് ചെയ്ത് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പഠനം ഒരു എലിയുടെ ബ്രെയിൻ എടുത്തിട്ട്, റാറ്റ് ബ്രെയിനിനെ അതിനെ സ്ലൈസ് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് റിമൂവ് ചെയ്യുക എന്ന് കരുതുക. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഏതാണ്ട് 40-50% ബ്രെയിൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ എലിക്ക് ഓർമ്മകൾ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ 40%-50% ബ്രെയിൻ മാറ്റിക്കഴിയുമ്പോൾ എലിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാകുന്ന തരത്തിലെത്തുമ്പോൾ മാത്രമാണ് എൻ്റെ ഓർമ്മ ശക്തിക്ക് മങ്ങലേറ്റ് തുടങ്ങുന്നത്. ഇത് 1950 നടത്തിയ പഠനമാണ്. ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു പഠനമാണ്. പക്ഷേ വളരെ സവിശേഷത അർഹിക്കുന്ന ഒരു പഠനമാണ് ഈ പഠനം. ഇനി നമ്മൾ മറ്റ് ചില ജീവികളിലേക്ക് നോക്കാം. ശൈത്യ പ്രദേശങ്ങളിൽ, വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുമ്പോൾ ചില ജീവികൾ ഭൂമിക്കടിയിൽ കുഴിച്ച് ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പോകും. ഇങ്ങനെ ഹൈബർനേഷൻ എന്ന് പറയും. ഹൈബർനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പല അവയവങ്ങളും നിലയ്ക്കുന്നു. അത് ഊർജം സംരക്ഷിക്കാൻ വേണ്ടി, ഊർജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പല അവയവങ്ങളും നിശ്ചലമാക്കുന്നു. പല ടിഷ്യൂസും ഇല്ലാതാക്കി കളയുന്നു. അങ്ങനെ നിശ്ചലമാക്കി ടിഷ്യൂസ് ഇല്ലാതാക്കി കളയുന്നത് പ്രധാനപ്പെട്ടത് ബ്രെയിനാണ്. ബ്രെയിനിൻ്റെ ഏതാണ്ട് 90% കോശങ്ങൾ, ന്യൂറോൺസിന് പല ജീവികളും ഇല്ലാതാക്കി കളയുന്നു. പിന്നീട് ചൂട് കാലമാകുമ്പോൾ അത് തിരിച്ച് പുറത്തു വരുമ്പോൾ ഈ ബ്രെയിനിനെ അത് പുനർജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 90% നശിച്ച ന്യൂറോണുകൾ അത് വീണ്ടും നിർമ്മിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഈ ജീവികൾക്ക് ഹൈബർനേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഓർമ്മകൾ ഹൈബർനേറ്റ് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അതിനെ നിലനിർത്താൻ സാധിക്കുന്നു എന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പം ബ്രെയിന് ഏതാണ്ട് ഇല്ലാതായി ബ്രെയിനിനെ പുനർജീവിപ്പിക്കുന്ന സന്ദർഭത്തിലും മെമ്മറീസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നാലാമത്തെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു കാര്യം മെറ്റമോർഫിസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ജീവികൾ, രൂപമാറ്റമുണ്ടാകുന്ന ജീവികൾ. നമുക്കറിയാം തവളകൾ അത്തരത്തിലുള്ള ജീവികളാണ്. അതിൻ്റെ ജീവിതം തുടങ്ങുന്നത് മത്സ്യത്തിന് സമാനമായിട്ടുള്ള ടാഡ്പോൾ എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ്. അത് ജലത്തിൽ ജീവിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് നീന്താൻ പറ്റിയ ഒരു എയറോഡൈനാമിക് ഷേപ്പുമൊക്കെ ആയിട്ട് കൈകാലുകളില്ലാതെ അത് അതിൻ്റെ കുറേ കാലഘട്ടം കടന്നു പോകുന്നു. പിന്നീട് അത് അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ശരീരത്തെ തന്നെ ഒന്ന് പുനർരൂപകൽപ്പന നൽകി ഒരു ഉടച്ച് വാർത്ത് അത് പുതിയൊരു രൂപം കൈക്കൊള്ളുന്നു. ഒരു ആംഫിബിയസ് ആയിട്ടുള്ള തവളയുടെ രൂപം കൈക്കൊള്ളുന്നു. അതിന് കൈകാലുകൾ ഉണ്ടാകുന്നു. ശരീരത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറുന്നു. അതിൻ്റെ പല അവയവങ്ങളെയും അത് ദഹിപ്പിച്ചിട്ട് പുതിയ രീതിയിൽ അത് നിർമ്മിച്ചെടുക്കുന്നു. അതിൽ ബ്രെയിനും ഉൾപ്പെടുന്നു. മുമ്പ് ടാഡ്പോളിന് ഉണ്ടായിരുന്ന ബ്രെയിനിനെ അത് ദഹിപ്പിച്ചിട്ട് പുതിയ ഒരു രീതിയിൽ ബ്രെയിനിനെ അത് നിർമ്മിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ആനിമൽസ്, ഇത്തരത്തിലുള്ള ജീവികൾക്കും അതിൻ്റെ മുൻകാലഘട്ടത്തിലുള്ള മെമ്മറീസ്, ഓർമ്മകൾ അതിൻ്റെ ബോഡിയെ പുനർഘടന ചെയ്യുമ്പോഴും അതിൻ്റെ മെമ്മറീസ് നിലനിൽക്കും. ബ്രെയിനിന് അതിൻ്റെ ആദ്യത്തെ ബ്രെയിനിനെ ഇല്ലാതാക്കിയിട്ട് പുതിയ ബ്രെയിൻ നിർമ്മിച്ചെടുക്കുമ്പോഴും അതിന് മെമ്മറീസ് നിലനിർത്താൻ സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മനുഷ്യരിലേക്ക് വരാം. അൽസീമേഴ്സ് ഡിസീസ് എന്നുള്ള ഓർമ്മക്കുറവിൻ്റെ ഒരവസ്ഥ, ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അൽസീമേഴ്സ് ഡിസീസ് പലപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്. അത് ഒരു ഓർമ്മക്കുറവിൻ്റെ അസുഖമാണെങ്കിലും ആ ഡിസീസ്, ആ ഒരു അവസ്ഥ വളരെ പ്രോഗ്രസ് ചെയ്തതിന്
ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു രോഗം രോഗിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഭാഗികമായിട്ടുള്ള ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. അപ്പം ഓർമ്മശക്തി നശിക്കുക എന്നുള്ളത് വളരെ ലേറ്റ് സ്റ്റേജിൽ, അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 40% അല്ലെങ്കിൽ 50% ബ്രെയിനിന്റെ മുകൾ ഭാഗത്തെ ന്യൂറോൺസുകൾ നശിച്ചതിന് ശേഷം മാത്രമാണ് ഓർമ്മശക്തിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ അസുഖത്തിന് സാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഈ ബ്രെയിനിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതായിട്ട് പറയപ്പെടുന്ന കോർട്ടെക്സ്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ടെമ്പോറൽ ലോബ്സ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏതാണ്ട് 40% അല്ലെങ്കിൽ 50% ന്യൂറോൺസ് ഇല്ലാതാകുമ്പോഴും ഓർമ്മ നിലനിർത്താൻ ബ്രെയിനിന് സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി 6ാമത്തെ അവസ്ഥ, ചില എപ്പിലെപ്റ്റിക് പേഷ്യൻസ്, അപസ്മാരം എന്നുള്ള ഇത് വളരെ കടുത്ത രീതിയിൽ ബാധിക്കുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം നിലനിർത്താൻ സാധിക്കാത്ത രീതിയിൽ എപ്പിലെപ്സി എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ട് ഒരു രോഗമായിട്ട് നിലനിൽക്കുന്ന ചുരുക്കം ചില രോഗികളുണ്ട്. അവർക്ക് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്താമെങ്കിലും അതൊന്നും ഫലപ്രദമായിട്ട് അവരെ ഒരു നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. അത്തരം രോഗികൾക്ക് വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ ബ്രെയിനിൻ്റെ പകുതി ഭാഗം റിമൂവ് ചെയ്യുക, സർജറിക്കലായിട്ട് ബ്രെയിൻ ഒരു പകുതി റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. ഹെമിസ്ഫിയക്ടമി എന്നാണ് ഈ ഒരു ശസ്ത്രക്രിയയെ പറയുന്നത്. ഒന്നുകിൽ ബ്രെയിനിന്റെ പകുതി ഭാഗം, ഈ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിക്കുക, അല്ലെങ്കിൽ ഒരു പകുതി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. ഇവരിൽ ഇത്തരം ബ്രെയിനിന്റെ പകുതി ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഷ്യൻസിൽ മെമ്മറി എങ്ങനെയാണ് ബാധിക്കുന്നത്, മെമ്മറി അല്ലെങ്കിൽ ഓർമ്മകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മെമ്മറിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ പല പേഷ്യൻസിനും ഇതിനു മുമ്പ് ഫുള്ളായിട്ടുള്ള ബ്രെയിൻ ഉണ്ടായിരുന്നതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു. മെമ്മറികളോടുകൂടി മറ്റ് പല പ്രൊഡക്റ്റീവായിട്ടുള്ള ജീവിത ശൈലികൾ അനുവർത്തിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. പ്രൊഡക്റ്റീവായിട്ട് പകുതി ബ്രെയിൻ വെച്ച് മാത്രം ഇവർക്ക് പ്രൊഡക്റ്റീവായിട്ട്, കുറച്ചുകൂടെ ഫലപ്രദമായിട്ട്, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത് പോലും. അപ്പം ഈ 6 സന്ദർഭങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഹിപ്പോകാമ്പസോ അല്ലെങ്കിൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സോ അല്ലെങ്കിൽ ടെമ്പോറൽ ലോബ്സിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല മെമ്മറി എന്നുള്ളതും, മെമ്മറി എവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളില്ല എന്നും, ഇത് ബ്രെയിനിനെ മുഴുവൻ ബാധിക്കുന്ന, ബ്രെയിനിനെ മുഴുവൻ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഓർമ്മകൾ അല്ലെങ്കിൽ സ്മൃതികൾ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഓർമ്മകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ സവിശേഷതയാർന്ന, നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ജീവികളും അവരുടെ ജീവിത ശൈലിയിൽ ഓർമ്മകൾക്ക് വലിയ ഒരു പങ്കുണ്ട്. എവിടെയാണ് ഭക്ഷണം ഇരിക്കുന്നത്, എവിടെയാണ് കൂടുള്ളത്. ചില പക്ഷികൾ ഭക്ഷണം അന്വേഷിച്ച് കിലോമീറ്ററുകളോളം, 100 കണക്കിന് കിലോമീറ്ററുകളോളം പറന്ന് ഭക്ഷണം തേടി, ഭക്ഷണം കണ്ടുപിടിച്ച് തിരിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് വരാൻ കഴിയുന്നത്, അതിൻ്റെ കൂട് എവിടെയാണ്, അതിൻ്റെ കുട്ടികൾ എവിടെയാണ്, കുഞ്ഞുങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഓർമ്മ കൃത്യമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത് കൊണ്ടാണ്. ചില ദേശാടന പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിൽ പോയി തിരിച്ച് അതിൻ്റെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. ഇതും അതിൻ്റെ ഓർമ്മകൾ അതിനെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ജീവികൾക്കും, മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കാതലായിട്ടുള്ള കാര്യമാണ് ഓർമ്മകൾ. ഈ ഓർമ്മകൾ എന്താണ് എന്നുള്ളത് നമുക്കൊരു യൂണിഫൈഡ്, ഏകീകൃതമായിട്ടുള്ള തിയറി ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഓർമ്മകളെക്കുറിച്ച് മാത്രമല്ല, നമ്മളാരാണ്, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്ത് ഭാഗമാണ് നമ്മൾ അനുവർത്തിക്കുന്നത്, എന്ത് റോളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓർമ്മകളെക്കുറിച്ച് പഠിക്കാനും ഓർമ്മകൾ ബ്രെയിനുമായിട്ട് എങ്ങനെ കോറിലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ശാസ്ത്ര മേഖലയാണ്. ഇന്ന് വളരെ യൂണിഫൈഡ് ആയിട്ട് മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിലോടുകൂടി ഇതിനെ മനസ്സിലാക്കാൻ സയൻസ് ശ്രമിച്ചു വരുന്നുണ്ട്.
അത്തരം ശ്രമങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം. പക്ഷേ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർമ്മകൾ എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏതെങ്കിലും കോശങ്ങളിലോ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ ബ്രെയിനിനെ ആകമാനം ഗ്രസിക്കുന്നതും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തെ തന്നെ ആകമാനം ഗ്രസിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു അവിഭാജിക ഘടകമായിട്ട് നിൽക്കുന്നു. ഓർമ്മ ഉണ്ടാക്കുന്നതും ഈ ന്യൂറൽ നെറ്റ്വർക്കാണ്, ഓർമ്മ ഇല്ലാതാക്കുന്നതും ഈ ന്യൂറൽ നെറ്റ്വർക്കാണ്. കാരണം ഓർമ്മകൾ മാത്രം പോരാ, മറവിയും നമ്മുടെ ജീവിതത്തെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഓർമ്മകളോടൊപ്പം അത് മറക്കാനുള്ള കഴിവ്. ഈ മറവി എന്നുള്ളത് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മളെക്കുറിച്ച് പഠിക്കുന്നതിൽ വലിയൊരു സ്ഥാനം വഹിക്കേണ്ട ഒരു പ്രതിഭാസമാണ് മറവി എന്നുള്ള കാര്യം. എവിടെയാണോ ഓർമ്മയും മറവിയും ശരിയായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു, അവിടെ മാത്രമേ ശരിയായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ജീവിതം സാധ്യമാകുകയുള്ളൂ. മറവിയെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ വിശദമായിട്ട് ഇനിയും നമ്മൾ അതിലേക്ക് കടക്കാം. കാരണം നമ്മുടെ ഈ നിലനിൽപ്പ്, നമ്മൾ ആരാണ് എന്നുള്ളതിനെ, ഈ പ്രപഞ്ചം എന്താണെന്ന് ഉള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ വലിയ കാതലായിട്ടുള്ള ഒരു സ്ഥാനം അർഹിക്കുന്ന ഒരു ഏരിയയാണ് മറവി എന്നുള്ളത്. ഓർമ്മകളെ പോലെ തന്നെ മറവിയെക്കുറിച്ചും ഇനിയും പഠനങ്ങളുണ്ടാകും. ആ പഠനങ്ങളെക്കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചിന്തിക്കാം.